ഹാപ്പി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സംരംഭകരും ഈ കഥ കേൾക്കണം. ഒരുപാട് നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ് ആണ്. ഇനി തുടങ്ങുക തന്നെ. കുറച്ചാൾക്കാർക്ക് ചെറിയ തോതിൽ തൊഴിലുമാകും. തുടങ്ങാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളിലും ഏർപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുണ്ടായെങ്കിലും നിയമവശങ്ങളെല്ലാം തന്നെ ശരിയായി കിട്ടി. വലിയ പണക്കാരനായില്ലെങ്കിലും എന്തെങ്കിലും സമ്പാദിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം. ബിസിനസ് തുടങ്ങി 1 വർഷം കഴിഞ്ഞു. എല്ലാം നന്നായി പോകുന്നു. ഭേദപ്പെട്ട ലാഭവും കിട്ടിത്തുടങ്ങി. അപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു ട്രേഡ് യൂണിയൻ നേതാവിന്റെ കടന്നുവരവ്. കൂലി കൂട്ടാനുള്ള നിർദ്ദേശവുമായിട്ട്. ബിസിനസ് മെച്ചപ്പെട്ടാൽ കൂലി കൂട്ടാമെന്ന് നേതാവിനോട് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. നേതാവിനാവശ്യം മാസപ്പടിയായിരുന്നു. വളരെ ഹാപ്പിയായിരുന്ന പാവം ജോലിക്കാർ കൂടുതൽ കൂലി കിട്ടുമെന്ന് കരുതി നേതാവിനൊപ്പം കൂടി. വിയർപ്പിന്റെ അസുഖമുള്ള യൂണിയൻ നേതാവാകട്ടെ മാസപ്പടിക്കുവേണ്ടി പലതവണ കയറിയിറങ്ങി. നേതാവിന്റെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒരു പൈസ പോലും കൊടുത്തില്ല. ചുരുക്കി പറയട്ടെ, ഇപ്പോൾ ആ പ്രസ്ഥാനം കേരളം വിട്ട് മറ്റൊരു പ്രദേശത്ത് 100-ൽ-പരം തൊഴിലാളികളുമായി നല്ല നിലയിൽ പോകുന്നു. അവിടെ കൂലിത്തർക്കവുമില്ല, ട്രേഡ് യൂണിയനുമില്ല. സംരംഭകരും തൊഴിലാളികളും കേരളം വിട്ട് പുറത്തുപോയതിന്റെ ഏറ്റവും പ്രധാന കാരണമാണ് ഈ ട്രേഡ് യൂണിയൻ എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. പാവം ജോലിക്കാരെ വഴിയാധാരമാക്കുകയാണ് ഈ മാസപ്പടി നേതാവ് ചെയ്തത്. പാവപ്പെട്ട സംരംഭകർ ഈ കഥയും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സബ്സ്ക്രൈബ് തന്നാൽ ഒരു സമ്മാനം തരും. 100%. നന്ദി.